ഇന്ന് നമുക്ക് കുറച്ച് എരുന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ? ഈ എരുന്തിൽ ധാരാളം വേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതൊക്കെ പെറുക്കി കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കാം. ഇപ്പം നമ്മൾ എരുന്തൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്ക് ചട്ടി വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി, നീളത്തിലരിഞ്ഞ പച്ചമുളക് എന്നിവ ചേർക്കാം. ഈ എരുന്ത് കറി വെക്കുമ്പോൾ നമ്മൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എരുന്ത് കറി നമുക്ക് തേങ്ങ ചേർക്കാതെയും ഉണ്ടാക്കാം. ഞാനിവിടെ ഇന്ന് തേങ്ങ അരച്ചു ചേർത്താണ് എരുന്ത് കറി ഉണ്ടാക്കുന്നത്. ഇവയെല്ലാം നന്നായി എണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാം. ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി വഴറ്റിയതിന് ശേഷം വൃത്തിയാക്കിയ എരുന്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മൂടി വെച്ച് ഒരു 5 മിനിറ്റിനകം തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും. അതിനുശേഷം അരച്ച തേങ്ങ ചേർക്കാം. ഇടയ്ക്കൊന്ന് നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തെയും എരുന്ത് നന്നായി വെന്ത് വരണം. എരുന്ത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്കിട്ട് 2 ചെറിയ ഉള്ളിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം അരപ്പ് ചേർക്കാം.
അരപ്പ് ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്ക് 2 ദോശയും കൂടി ചുട്ടെടുക്കാം. അതിനുശേഷം എരുന്ത് കറിയും കൂട്ടി കഴിക്കാം. അപ്പോൾ നമ്മുടെ ദോശയും എരുന്ത് കറിയും തയ്യാറായിട്ടുണ്ട്. എരുന്ത് കറി നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ എരുന്ത് കറി എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. ഇതുപോലത്തെ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.